നടൻ ഉണ്ണി മുകുന്ദൻ മാനേജറെ മർദ്ദിച്ചുവെന്ന കേസിൽ ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനകൾ വിശദീകരണം തേടി. താരസംഘടനയായ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും മുന്നിൽ ഇരുവരും ഹാജരാകണമെന്നാണ് നിർദ്ദേശം. നടൻ മർദ്ദിച്ചുവെന്ന മാനേജർ വിപിന്റെ പരാതിയിൽ പോലീസ് ഈ വാർത്തയുടെ വിവരങ്ങളുമായിട്ട് വിജിത ചേരുന്നു. വിജിത, നമ്മൾ ഇപ്പോൾ വായിച്ച വാർത്തയിൽ അവസാനത്തെ വരി എന്ന് പറയുന്നത് നടൻ മർദ്ദിച്ചെന്ന മാനേജർ വിപിന്റെ പരാതിയിൽ പോലീസ് എന്ന് ഒരു അപൂർണമായ വാക്യമാണ്. എന്താണ് അതിന്റെ പൂർണ്ണമായ വാക്യം? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ നടൻ ഉണ്ണി മുകുന്ദനോടും അതോടൊപ്പം തന്നെ മാനേജർ വിപിൻ കുമാറിനോടും ഇന്ന് ഹാജരാവണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സിനിമാ സംഘടനകളുടെ ഓഫീസിൽ, അമ്മയുടെ ഓഫീസിൽ നേരിട്ടെത്തി ഹാജരാവണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടുപേരും ഹാജരാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഉണ്ണി മുകുന്ദനെ എത്താൻ അസൗകര്യമുള്ളത് കൊണ്ട് തന്നെ ഓൺലൈനായിട്ടായിരിക്കും ഹാജരാവുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ടായിരിക്കും പങ്കെടുക്കുന്നുണ്ടായിരിക്കും, ഒരു കോൺഫറൻസിലൂടെ പങ്കെടുക്കും എന്നുള്ള കാര്യമാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഈ മുൻ മാനേജർ ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഓഫീസിലാണ് എത്തുന്നത്. ഈ അമ്മയുടെ ഓഫീസിലേക്ക് ഫെഫ്കയുടെ മെമ്പേഴ്സ് എത്തുകയും തുടർന്ന് അവിടെ കാര്യങ്ങളിൽ തീരുമാനമാക്കുകയും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു കേസിൽ പോലീസ് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്ത് ഇത് മുൻകൂർ ജാമ്യ ഹർജി അടക്കം ഒത്തുതീർപ്പാക്കിയ ഒരു കേസാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് എറണാകുളം ജില്ലാ കോടതി ഈ ഒരു കേസിൽ മുൻകൂർ ജാമ്യ ഹർജി ഒത്തുതീർപ്പാക്കിയിരുന്നത്. അതിൽ കേസ് ഡയറി ഹാജരാക്കിയ സമയത്ത് ഇൻഫോപാക് പോലീസാണ് ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മുൻ മാനേജറുടെ പരാതിയിൽ ആ കേസ് ഡയറിയിലടക്കം ഇയാൾ ഉണ്ണി മുകുന്ദന്റെ മാനേജറാണ് എന്നുള്ള കാര്യം തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ജാമ്യ ഹർജി ഒത്തുതീർപ്പാക്കുകയും ജാമ്യം കിട്ടാനുള്ള വകുപ്പുകളാണ് കേസിലുള്ളത്, ഉണ്ണി മുകുന്ദന് ജാമ്യം കിട്ടാനുള്ള വകുപ്പുകളാണ് എന്നുള്ള കാര്യമെല്ലാം തന്നെ ആ ഒരു ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നതുമാണ്. എന്തായാലും അപ്പോഴെല്ലാം ഉയർന്നു വന്ന ചോദ്യം തന്നെയാണ് സിനിമാ സംഘടനകൾ ഇതിൽ എന്ത് നടപടിയെടുക്കുന്നു എന്നുള്ള ഒരു കാര്യം. കഴിഞ്ഞ ഈ മാസം 2-ാം തീയതിയാണ് ഉണ്ണി മുകുന്ദനോട് അമ്മയുടെയും ഫെഫ്കയുടെയും എല്ലാം ഓഫീസിൽ എത്താൻ പറഞ്ഞിരുന്നത് വിശദീകരണം നൽകാനായിട്ട്. പക്ഷേ അസൗകര്യമുള്ളതിനാലാണ് ഇന്നത്തേക്ക് ഈ ഒരു കൂടിക്കാഴ്ച മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രണ്ടുപേരും അമ്മയുടെയും ഫെഫ്കയുടെയും മുന്നിൽ വിശദീകരണം നൽകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മുൻ മാനേജർ എന്ന് പറയുന്ന വിപിൻ കുമാർ ഈ ഒരു ഫെഫ്കയുടെ മെമ്പറാണ് എന്നുള്ള ഒരു കാര്യം അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ ഉണ്ണി മുകുന്ദൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ മെമ്പറാണ് എന്നറിയാൻ സാധിക്കുന്നതിലൂടെ എന്ത് നടപടിയെടുക്കും? ഫെഫ്കയുടെ മെമ്പറാണ്, അതുകൊണ്ട് തന്നെ തന്റെ സംഘടനയിലുള്ള ഒരു വ്യക്തിക്കെതിരെ എങ്ങനെയായിരിക്കും നടപടിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടൻ അമ്മയുടെ അക്കൗണ്ട്സ് കമ്മിറ്റിയുടെയും മെമ്പറാണ്. അതുകൊണ്ട് തന്നെ സംഘടനയിൽ നിന്ന് എന്ത് തീരുമാനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും വലിയൊരു ചോദ്യം തന്നെയാണ്. കൃത്യമായിട്ട് എങ്ങനെയായിരിക്കും നടപടിക്രമങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം അറിയാൻ സാധിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ടുപേരും എത്തുക, അല്ലെങ്കിൽ ഹാജരാവുക, ഈ ഒരു വിശദീകരണം നൽകുക എന്നുള്ള കാര്യമെല്ലാം അറിയാൻ കഴിയുന്നുണ്ട്. എന്നാലും ഉച്ചയ്ക്ക് ശേഷം സിനിമാ സംഘടനകൾ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു കേസിൽ എന്ത് നടപടിയെടുക്കും എന്നുള്ള കാര്യം വ്യക്തമാകും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി.